നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിലെ മാധ്യമപ്രവർത്തകൻ മുകേഷ് ചന്ദ്രകറിന്റെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് സംഘർഷം. കരാറുകാരന്റെ വളപ്പിൽ നിർമ്മിച്ച സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. റോഡ് നിർമ്മാണത്തിലെ അഴിമതി ആരോപിച്ച് കരാറുകാരൻ സുരേഷ് ചന്ദ്രകറിനെതിരെ മുകേഷ് ചന്ദ്രാകർ റിപ്പോർട്ട് നൽകിയെന്നും അതിനാലാണ് മുകേഷിനെ കൊലപ്പെടുത്തിയതെന്നും ഛത്തീസ്ഗഡിലെ മാധ്യമപ്രവർത്തകർ പറയുന്നു. മുകേഷിന്റെ അവസാന സ്ഥലവും കരാറുകാരന്റെ സ്ഥലത്ത് നിർമ്മിച്ച കോമ്പൗണ്ടാണെന്ന് പറയപ്പെടുന്നു. ബസ്തറിലെ മാധ്യമപ്രവർത്തകനായ മുകേഷ് ചന്ദ്രകറിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് അറിയിച്ചു. തങ്ങളുടെ സ്നേഹക്കടയിലെ മുഹമ്മദ് കി ദുക്കാനിൽ വിദ്വേഷം വിൽക്കുകയായിരുന്നു കോൺഗ്രസ് എന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യപ്രതി കരാറുകാരൻ സുരേഷ് ചന്ദ്രകർ കോൺഗ്രസ് നേതാവാണെന്ന് അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കരാറുകാരന്റെ അക്കൗണ്ടുകൾ സീൽ ചെയ്യുകയും ഇയാളുടെ അനധികൃതമായ കരാർ ജോലികൾ റദ്ദാക്കുകയും ചെയ്തു, മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസ് MLA ആയ വിക്രം മാണ്ഡവിയോട് ചോദ്യങ്ങൾ ചോദിച്ചതിന് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകൻ മുകേഷ് ചന്ദ്രകറിനെ കോൺഗ്രസ് പാർട്ടി ബഹിഷ്കരിച്ചിരുന്നതായി ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മയും ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് നേതാക്കളോട് ആരും ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ലേ? അവരോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെടുന്ന വ്യക്തിക്ക് എപ്പോഴും എന്തും സംഭവിക്കാം. കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ സംസ്ഥാനത്ത് പത്രപ്രവർത്തനത്തിന് വിലക്കേർപ്പെടുത്തുന്ന ശീലമുണ്ടായിരുന്നു. അവർ ആ പദവി ഇപ്പോഴും ചെയ്യുകയാണ്. സംഭവത്തിൽ 3 പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, വിജയ് ശർമ്മ പറഞ്ഞു. ബസ്തർ ജംഗ്ഷൻ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഫ്രീലാൻഡ് ജേർണലിസ്റ്റായ മുകേഷ് ചന്ദ്രകറിനെ ജനുവരി 1 കാണാതാവുകയായിരുന്നു. പിന്നീട് ബിജാപൂരിലെ സുരേഷ് ചന്ദ്രകറിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. 2021 കോബ്ര കമാൻഡർ രാകേശ്വർ സിംഗ് മാൻഹാസിനെ മാവോയിസ്റ്റ് തടവിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ മുകേഷ് നിർണായക പങ്ക് വഹിച്ചിരുന്നു. പോലീസ് മാവോയിസ്റ്റ് സംഘർഷത്തെക്കുറിച്ചും ദണ്ഡകാരണ്യത്തിലെ ആദിവാസി ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതാനുഭവങ്ങൾ വളരെയേറെ സഹായിച്ചു. നക്സൽ കലാപത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ബീജാപൂരിലെ ബസഗുഡ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സാൽവാജൂദും ആക്രമണത്തിൽ അദ്ദേഹത്തിന് നേരത്തെ പിതാവിനെ നഷ്ടപ്പെട്ടു. പിന്നീട് ഗ്രാമത്തിൽ നിന്ന് പിഴുതെറിയപ്പെട്ടു. ആവപ്പള്ളിയിലെ മറ്റൊരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് കുടുംബം മാറി. അതിനു മുമ്പ് അങ്കണവാടി ജീവനക്കാരിയായിരുന്നു അമ്മ ബസഗുഡ. ഒരു പതിറ്റാണ്ടിന് ശേഷം ക്യാൻസർ ബാധിച്ച് അമ്മയെ നഷ്ടപ്പെട്ടു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് സുരേഷ് ചന്ദ്രകറിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. മുകേഷ് ചന്ദ്രകറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പത്രസമ്മേളനത്തിൽ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ബസ്തർ റേഞ്ച് സുന്ദർരാജ് P പങ്കുവച്ചു. പ്രതികളായ റിതേഷ് ചന്ദ്രകറിനെ റായ്പൂർ വിമാനത്താവളത്തിൽ വെച്ചും ദിനേശ് ചന്ദ്രകറിനെയും രാംടേക്കറെയും ബിജാപൂരിൽ വെച്ചുമാണ് അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.